80% സ്ട്രോക്കും പ്രിവെൻറ്റബിൾ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്ട്രോക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. കൺട്രോൾ BP നമ്പർ 1 റിസ്ക് ഫാക്ടറാണ്. റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യുക, സോഡിയം കുറഞ്ഞിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, ആൽക്കഹോൾ ഇൻടേക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക, സ്ട്രെസ് കൺട്രോൾ ചെയ്യുക, ഈറ്റ് ബ്രെയിൻ ഹെൽത്തി, ഫ്രൂട്ട്സ്, വെജീസ്, നട്ട്സ്, ഒലീവ് ഓയിൽ, ഹോൾ ഗ്രെയിൻസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഷുഗറി ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡ്, ട്രാൻസ് ഫാറ്റ് കണ്ടെയ്ൻ ഫുഡ് എല്ലാം കുറയ്ക്കുക. സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ്. ഒരു മോഡറേറ്റ് എക്സസൈസ് ഒരു 150 മിനിറ്റ് പെർ വീക്ക് എങ്കിലും, സൈക്ലിംഗ് ആവട്ടെ, വാക്കിംഗ് ആവട്ടെ, റണ്ണിങ് ആവട്ടെ, ഇതുപോലെയുള്ള എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്ട്രെങ്ത് ട്രെയിനിങ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സർക്കുലേഷൻ കൂട്ടും, BP, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുകയും ചെയ്യും. ക്വിറ്റ് സ്മോക്കിംഗ്, അതുപോലെ പാസീവ് സ്മോക്കിങ്ങും. ഇത് രക്തക്കുഴലുകളെ നശിപ്പിക്കുന്നു, ക്ലോട്ട് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നു. വെയ്പ്പിങ്ങും ഒട്ടും നല്ലതല്ല. ലിമിറ്റ് ആൽക്കഹോൾ ഇൻടേക്ക്. ലേറ്റസ്റ്റ് റെക്കമെൻഡേഷൻസ് പ്രകാരം ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ ഇൻടേക്ക് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഹെവി ഡ്രിങ്കിങ് ഉള്ള ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള റിസ്ക് സിഗ്നിഫിക്കൻ്റ്ലി കൂടുതലാണ്. മാനേജ് ഡയബറ്റിസ്. ഹൈ ബ്ലഡ് ഷുഗർ രക്തക്കുഴലിനെ നശിപ്പിക്കും, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. HbA1c എന്നുള്ള ടെസ്റ്റ് ഉണ്ട്, അത് റെഗുലറായി ചെയ്ത് ഡയബറ്റിസ് കൺട്രോൾഡ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. വേണ്ടി വന്നാൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലെ മരുന്നെടുക്കുകയും ചെയ്യാം. അട്രിയൽ ഫിബ്രിലേഷൻ അഥവാ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് ഉള്ള ഒരാളാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് കാർഡിയോളജിസ്റ്റ് നിശ്ചയിക്കുന്ന മരുന്നുകൾ റെഗുലറായിട്ട് കഴിക്കുക, അത് ഫോളോ അപ്പ് എടുക്കുക. കാരണം ഈ അസുഖമുള്ളവർക്ക് കൂടുതൽ സ്ട്രോക്ക് സാധ്യതകൾ ഉള്ളതാണ്. യുവർ ബ്രെയിൻ ഡിസേർവ്സ് ദ ബെസ്റ്റ്. Like, share and follow for more neuro tips.